നേതൃത്വം മാറുന്നു, നിലപാട് കടുക്കുന്നു. അമേരിക്കയുമായി വീണ്ടും ഏറ്റുമുട്ടലിലേക്കാണോ? ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറാനിൽ വീണ്ടും വലിയ രാഷ്ട്രീയ മാറ്റം. നേതൃത്വം മാറി, സൈനിക നേതൃത്വത്തിൽ അഴിച്ചുപണി, സുരക്ഷാ സംവിധാനത്തിൽ പുതിയ നിയമനങ്ങൾ. അതിനൊപ്പം അമേരിക്കയോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നു. ചോദ്യം ഇതാണ്: ഇറാൻ സമാധാന ചർച്ചകളിലേക്ക് പോകുകയാണോ, അതോ കൂടുതൽ വലിയ ഏറ്റുമുട്ടലിനായി തയ്യാറെടുക്കുകയാണോ? ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അധികാരത്തിലെത്തിയതിന് പിന്നാലെ രാജ്യത്തിന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തിൽ നടത്തുന്ന തുടർച്ചയായ മാറ്റങ്ങളാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ച് മുൻ IRGC മേധാവിയായ മൊഹ്സിൻ റസായിയെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിച്ചതോടെ സന്ദേശം കൂടുതൽ വ്യക്തമായി. ഇറാൻ ഇനി സുരക്ഷയിലും വിദേശ നയത്തിലും കൂടുതൽ ഹാർഡ് ലൈൻ നിലപാടിലേക്ക് നീങ്ങുകയാണോ? ഇറാനിലെ ഇപ്പോഴത്തെ മാറ്റം ഒരു സാധാരണ മന്ത്രിസഭ അഴിച്ചുപണിയായി കാണാൻ കഴിയില്ല. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സുരക്ഷാ സ്ഥാനങ്ങളിലാണ് പുതിയ നിയമനങ്ങൾ നടക്കുന്നത്. മുജ്തബ ഖമേനി അധികാരത്തിലെത്തിയതിന് പിന്നാലെ സൈന്യത്തിലും IRGCയിലും ബസീജിലും ഉൾപ്പെടെ നിരവധി സുപ്രധാന സ്ഥാനങ്ങളിൽ പുതിയ കമാൻഡർമാരെ നിയമിച്ചു. യുദ്ധകാല സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കമാൻഡ് സംവിധാനത്തെ കൂടുതൽ ഏകോപിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം നിരീക്ഷകർ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. പുതിയ നിയമനങ്ങളിൽ പഴയ ഹാർഡ് ലൈൻ സൈനിക സുരക്ഷാ വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. അത് അമേരിക്കയുമായി ചർച്ച നടത്താൻ തയ്യാറുള്ള രാഷ്ട്രീയ വിഭാഗത്തെക്കാൾ സൈനിക നേതൃത്വത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണോ? ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടത്. ഇവിടെയാണ് മൊഹ്സിൻ റസായിയുടെ വരവ് ശ്രദ്ധേയമാകുന്നത്. മൊഹ്സിൻ റസായി ഇറാനിലെ സാധാരണ രാഷ്ട്രീയ നേതാവല്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡറാണ് അദ്ദേഹം. ഇറാഖ് യുദ്ധകാലത്ത് വർഷങ്ങളോളം IRGCയെ നയിച്ച വ്യക്തിയാണ് റസായി. പിന്നീട് രാഷ്ട്രീയത്തിലും സർക്കാർ സംവിധാനത്തിലും പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ തീരുമാനങ്ങളിൽ നിർണായക പങ്കുള്ള സംവിധാനമാണ് ഈ കൗൺസിൽ. അതുകൊണ്ട് തന്നെ ഈ നിയമനം ഒരു സാധാരണ ഉദ്യോഗസ്ഥ മാറ്റമല്ലെന്നാണ് വിലയിരുത്തൽ. സൈനിക പശ്ചാത്തലമുള്ള അമേരിക്കയുമായുള്ള ചർച്ചകളോട് സംശയപരമായ സമീപനം പുലർത്തുന്ന ഒരു ഹാർഡ് ലൈൻ നേതാവിനെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയാണ് മുജ്തബ ഖമേനി ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റം? ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഇറാൻ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിലല്ല. അമേരിക്കയുമായുള്ള സംഘർഷം, ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി, സൈനിക സമ്മർദ്ദം, സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം ഒരേ സമയം നേരിടുകയാണ് ഇറാൻ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ നേതൃത്വം ആദ്യം പരിഗണിക്കുന്നത് എന്തായിരിക്കും? സുരക്ഷ. അതുകൊണ്ട് തന്നെ മുജ്തബ ഖമേനി തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനൊപ്പം സൈനിക സുരക്ഷാ സംവിധാനത്തെയും കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ്. സൈനിക കമാൻഡ് സംവിധാനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള നടപടികളും ഇതിനൊപ്പം നടക്കുന്നു. അതിനാൽ ഇപ്പോഴത്തെ മാറ്റത്തിന്റെ പ്രധാന സന്ദേശം ഇതാണ്: ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും ചർച്ചകൾക്ക് പോകുന്നത് ദുർബലമായ നിലയിൽ നിന്നാകരുത്. അതായത് ആദ്യം സൈനികവും സുരക്ഷാപരവുമായ ശക്തി ഉറപ്പിക്കുക, ശേഷം ചർച്ചകൾ. അമേരിക്കയോടുള്ള നിലപാട് എന്തുകൊണ്ട് കടുക്കുന്നു? ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രധാന പ്രശ്നം ഇപ്പോഴും വിശ്വാസക്കുറവാണ്. അമേരിക്കയിൽ നിന്ന് വരുന്ന ഓരോ പ്രഖ്യാപനത്തെയും ഇറാൻ സംശയത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് മുൻകാല കരാറുകളുടെ അനുഭവം ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം ഹോർമൂസ് കടലിടുക്ക് മറ്റൊരു വലിയ സമ്മർദ്ദ കാർഡാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസിനെ ഇറാൻ തങ്ങളുടെ തന്ത്രപരമായ ലെവറേജായി ഉപയോഗിക്കുന്നു. പുതിയ സുരക്ഷാ മേധാവിയായ മൊഹ്സിൻ റസായി പോലും അമേരിക്ക ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന കടുത്ത നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചർച്ചകൾ നടക്കുമ്പോഴും ഇറാൻ എന്താണ് ചെയ്യുന്നത്? സ്വന്തം ബാർഗെയിനിങ് പവർ നിലനിർത്തുകയാണ്. മുജ്തബ ഖമേനി എന്താണ് ലക്ഷ്യമിടുന്നത്? ഇവിടെയാണ് മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തെ മനസ്സിലാക്കേണ്ടത്. അച്ഛൻ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മുജ്തബ ഖമേനി രാജ്യത്തിന്റെ പരമോന്നത നേതാവായത്. പുതിയ നേതാവായതിനാൽ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയുണ്ട്: തന്റെ അധികാരം ഉറപ്പിക്കുക. അതിനൊപ്പം സൈന്യത്തിന്റെയും IRGCയുടെയും പിന്തുണ ഉറപ്പാക്കണം. അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിടാൻ കഴിയുന്ന ശക്തമായ ഒരു സുരക്ഷാ സംവിധാനവും വേണം. അതിനാലാണ് ഇപ്പോഴത്തെ നിയമനങ്ങളെ വെറും ഭരണപരമായ മാറ്റങ്ങളായി കാണാതെ അധികാര കേന്ദ്രീകരണത്തിന്റെ ഭാഗമായും കൂടി കാണുന്നത്. മുജ്തബ ഖമേനി തന്റെ വിശ്വസ്തരായ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രധാന സ്ഥാനങ്ങളിൽ എത്തിക്കുകയാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇനി സമാധാനത്തിന് സാധ്യതയില്ലേ?
ഹാർഡ്ലൈൻ നേതാക്കളെ നിയമിച്ചു എന്നതുകൊണ്ട് മാത്രം ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന് പറയാനാകില്ല. ഇറാന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു കാരണമാകാം ഇത്. അതേസമയം ചർച്ചകളിൽ കൂടുതൽ ശക്തമായ ബാർഗെയിനിങ് പൊസിഷൻ നേടാനുള്ള തന്ത്രവുമാകാം. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വിഭാഗം ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങളിൽ സുപ്രീം ലീഡറുടെ സുരക്ഷാ സംവിധാനത്തിന്റെയും സുപ്രീം വളരെ വലുതാണ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങളിൽ സുപ്രീം ലീഡറുടെയും സുരക്ഷാ സംവിധാനത്തിന്റെയും സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇറാന്റെ ഓരോ നീക്കവും രണ്ട് തലങ്ങളിൽ വായിക്കേണ്ടി വരും. ഒന്ന് ചർച്ചകൾ, രണ്ട് സൈനിക സമ്മർദ്ദം. ഇവ രണ്ടും ഒരേ സമയം ഉപയോഗിച്ച് അമേരിക്കയെ കൂടുതൽ കൺസെഷൻസ് നൽകാൻ നിർബന്ധിക്കുകയാണ് ഇറാന്റെ തന്ത്രമാകാൻ സാധ്യത. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വലിയ വെല്ലുവിളിയാണ്. കാരണം ഇറാനുമായി ചർച്ച നടത്തുമ്പോൾ ആരോടാണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് എന്ന ചോദ്യം തന്നെ ഉയരുന്നു. പ്രസിഡന്റ്, സുപ്രീം ലീഡർ, IRGC, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, ഇറാനിലെ അധികാര ഘടന വളരെ സങ്കീർണമാണ്. IRGCയുടെ സ്വാധീനം വർദ്ധിക്കുന്നതോടെ അമേരിക്കയ്ക്ക് ചർച്ചകൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാം. ഇതിനൊപ്പം ഹോർമൂസ് വിഷയവും നിലനിൽക്കുന്നു. അതിനാൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ള ചോദ്യം സൈനിക സമ്മർദ്ദം തുടരണമോ അതോ ഇറാനുമായി ഒരു പുതിയ കരാറിലേക്ക് നീങ്ങണമോ എന്നതാണ്. ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വ മാറ്റം ഈ തീരുമാനത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അപ്പോൾ ഇറാനിൽ നേതൃത്വം മാറുന്നു, പക്ഷെ നയം മാറുന്നുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പറയുന്നത് മറ്റൊന്നാണ്. നേതൃത്വം മാറിയെങ്കിലും അമേരിക്കയോടുള്ള ഇറാന്റെ അടിസ്ഥാന നിലപാടിൽ വലിയ മൃദുത്വം കാണുന്നില്ല. മറിച്ച് സൈനിക നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നു. സുരക്ഷാ സംവിധാനത്തിൽ ഹാർഡ് ലൈൻ വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. IRGCയുടെ സ്വാധീനം നിലനിർത്തുന്നു. ഹോർമൂസിനെ ബാർഗെയിനിങ് പവറായി ഉപയോഗിക്കുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ കൂടുതൽ കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ചർച്ച ചെയ്യാം, പക്ഷേ സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങില്ല. ഇതാണ് മുജ്തബ ഖമേനിയുടെ പുതിയ ഇറാൻ നൽകുന്ന സൂചന എന്ന് വിലയിരുത്താം. ഇനി ചോദ്യം, ഈ തന്ത്രം ഇറാനെ കൂടുതൽ ശക്തമായ ചർച്ചാ സ്ഥാനത്തേക്ക് എത്തിക്കുമോ? അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള സംഘർഷം വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ? ഹോർമൂസ് തുറക്കുമോ? അമേരിക്കയും ഇറാനും വീണ്ടും നേരിട്ട് ഏറ്റുമുട്ടുമോ? അതോ അവസാന നിമിഷം ഒരു പുതിയ സമാധാന കരാറുണ്ടാകുമോ? ഇറാനിലെ ഈ പുതിയ നേതൃത്വ മാറ്റം അതിനുള്ള ഉത്തരത്തിന്റെ ആദ്യ സൂചനയായേക്കാം. ഇറാനിൽ നേതൃത്വം മാറുന്നു, നിലപാട് കടുക്കുന്നു. ഇനി പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.